ഭൂതത്താൻകെട്ടിൽ ആനകളുടെ വിളയാട്ടത്തിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചു. വാഴയും പൈനാപ്പിളുമാണ് കൂടുതലായി നശിച്ചത്. ഫെൻസിങ്ങും കയ്യാലകളും തകർത്തു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് കൃഷിയിടങ്ങളിൽ ആനകൾ എത്തുന്നത്. ഭൂതത്താൻകെട്ടിൽ പെരിയാർ കടന്നെത്തിയ ആനക്കൂട്ടമാണ് കൃഷികൾ നശിപ്പിച്ചത്. ഭൂതത്താൻകെട്ട് വേട്ടാമ്പാറ റോഡിന്റെ ഇരുവശത്തുമുള്ള പൈനാപ്പിൾ കൃഷിയും റബ്ബർ തൈകളും ആനക്കൂട്ടം ചവിട്ടിമെതിച്ചു. കൃഷിയുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗ് തകർത്തിട്ടുണ്ട്. കയ്യാലകളും തകർത്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം ഇവിടെ ആനക്കൂട്ടമെത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭൂതത്താൻകെട്ട് വനത്തിൽ നിന്നുള്ള ആനക്കൂട്ടവും കോട്ടപ്പാറയിൽ നിന്നുള്ള ആനക്കൂട്ടവും ഇവിടെ എത്താറുണ്ട്. വനം വകുപ്പുകാരോട് പറഞ്ഞാൽ പരിഹാര നടപടികളൊന്നും സ്വീകരിക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ 3 ദിവസമായിട്ട് അടുപ്പിച്ച് 5-6 ആന വന്നു. കുഞ്ഞുങ്ങളുമുണ്ട്. ഫോറസ്റ്റുകാരോട് വിളിച്ചു പറഞ്ഞാലൊന്നും അവർ പറയണ ഒരു മുറിവാലിലുണ്ട്, നിങ്ങൾ ലേറ്റ് അടിക്കരുത്, വീട്ടിൽ കയറിയിരുന്നോ എന്നൊക്കെയാണ് അവർ പറയണത്. അല്ലാതെ വേറെ എന്തോരം അതെന്ന് നോക്കിയത് കാണാം. എത്രയോ റബ്ബറ നശിപ്പിച്ച് കളഞ്ഞേക്കണേ. എന്നും വരിക. എന്നെന്ന് വെച്ചാൽ ഇപ്പം 3 ദിവസമായിട്ട് അടുപ്പിച്ച് വന്നു. വന്നത് കൂട്ടം ഒരു 5-6. അപ്പോൾ ഇത് ഒരു എത്ര ലക്ഷം രൂപയുടെ ഇതാണെന്നൊരു കാനിമിറ്റൊക്കെ എന്ന് വെച്ചാൽ ചക്ക ഒരു 10,000-1,500 ചക്ക ഈ ജോൺസൺ ചേട്ടൻ്റെ കൃഷി അത് ഇതും. അപ്പോൾ ഇതിനകത്തെല്ലാം നശിപ്പിച്ച് ഫെൻസിങ് എല്ലാം വലിച്ച് നമ്മൾ ആരോടാ പരാതി പറയണേ? ഫോറസ്റ്റുകാരോട് പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ലേറ്റ് അടിക്കരുതെന്ന് പറയും. ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു മുറിവാലിനുണ്ട് പുറകെ എത്തുമെന്ന് പറയും. ഇതിന് വേണ്ടപ്പെട്ട ആരെങ്കിലോടും പഞ്ചായത്തിലത് ആരെങ്കിലോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് എന്നാന്ന് വെച്ചാൽ ഒരു തക്കതായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇത് ചെയ്യണം. അമ്പഴപ്പംകുടി ജോയിയുടെ കൃഷിയിടത്തിലും ആനക്കൂട്ടം നാശം വിതച്ചു. 100ഓളം വാഴകളാണ് ഇവിടെ നശിപ്പിച്ചത്. ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനശല്യമുണ്ടാകുന്നത്. വായ്പയെടുത്താണ് കൃഷി ചെയ്തിരുന്നത്. വലിയ നഷ്ടമാണ് ഇവർക്കും സംഭവിച്ചത്. രാവിലെ 6 ആനയോളം വന്നു 100 വാഴയോളം കളഞ്ഞു. ഞങ്ങളാകെ ഭീതിയിലാണ്. ലോൺ എടുത്താണ് ഞങ്ങൾ ഈ കൃഷി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വർഷം ലോൺ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ല. ആന ആദ്യമായിട്ടാണ് വരുന്നത്. പന്നിയും കുരങ്ങും ഒക്കെ വന്ന് ഇതിലേക്ക് നശിപ്പിക്കാറുണ്ട്. ആന ആദ്യമായിട്ടാണ് വന്നത്. പിന്നെ അടയ്ക്കാമരം, കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. ഞങ്ങളാകെ ഭീതിയിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.